എല്ലാം കാട്ടിക്കഴിഞ്ഞു. ഇനി എനിക്കൊന്ന് പോയി കുളിക്കണം. വേറെ ആർക്കടി നേരായി? ചെറുക്കനും മറ്റും വരുന്നതല്ലേ, ഈ വേഷത്തിലിരുന്നാ മതിയോ? അമ്മാവിയമ്മേ, ഇത് നല്ലത് ഒരുക്കാനുണ്ടെങ്കിൽ ഞാൻ ഒരുക്കാം കുഞ്ഞമ്മേ. വേണ്ട വേണ്ട, നിന്റെ വേറെ തയക്ക് വേഷം പിടിപ്പിക്കണ്ട. നീ അങ്ങ് നിന്നാ മതി. നീ ഒരുക്കണ്ട, നീ ഒരുങ്ങി അങ്ങ് നിന്ന് കൊടുത്താ മതി. ഞാൻ കൊച്ചുകാർത്തിയാനെ പെണ്ണ് കാണാൻ അളിയന്റെ വീട്ടിൽ ചെല്ലുന്നത് എന്റെ അച്ഛന്റെ അനന്തരവനും ഒരു കൂട്ടുകാരനും വഹയിലൊരു അമ്മാവനും വേറെ രണ്ടുപേരും കൂടെ ആയിരുന്നു. ഇല്ലേ അളിയ? അതെ അതെ, ഇന്നാളത്തെ പോലെ ഓർക്കുന്നു. പർപ്പടാൻ കാച്ചിയ വാസനയും വന്ന് അവരെ കാണുന്നില്ലല്ലോ. എടാ, ബസ്സിറങ്ങി നടന്നു വരണ്ടേ, അവരിപ്പോ എത്തും. അതെ, ആരുടെ ഇടപാടി ഈ ചെറുക്കനെ കിട്ടി? അതോ, ഈ ചെറുക്കന്റെ തണ്ട ഒരു ക്രിമിനൽ കേസ് പ്രതിയായിട്ട് കച്ചേരിയിൽ വന്നു. എന്ന് വിചാരിച്ച അവര് അത്ര ചീത്തയൊന്നും അല്ല, നല്ല ആളുകളാ. അബദ്ധത്തിലൊരുത്തിനെ ഒന്ന് കുത്തി അവന്റെ ഗ്രഹപ്പഴിക്ക് അവൻ അങ്ങ് ചാവുകയും ചെയ്തു. അവരാണോ ആ വരുന്നത്? അതെ അതെ അതെ. ആ മക്കളെ, അകത്തേക്ക് പോ, അകത്തേക്ക് പോ, അകത്തേക്ക് പോ, അകത്തേക്ക് പോ. ചെറുക്കൻ യോഗ്യൻ, എന്നാലും സുന്ദരിയുടെ അടുത്ത് നിൽക്കത്തില്ല. അതിൽ എത്ര ആരും അവളുടെ ജോഡിക്ക് ഒക്കുമോ? താനെങ്കിൽ കണ്ടോടി സുന്ദരി. ഞാൻ വിചാരിച്ചു ഒരു 3-4 പേര് കാണുമെന്ന്. എന്തിനെ? അല്ല, അതിനൊക്കെ ഇവിടെ കരുതിയിട്ടുണ്ട്. ഇരുന്നാട്ടെ ഇരുന്നാട്ടെ. ഞങ്ങൾ ഇരിക്കാൻ വന്നതല്ല. നിങ്ങളെന്താ അങ്ങനെ പറയുന്നത്? യവന് വേറെ പെണ്ണ് കിട്ടാഞ്ഞിട്ടല്ല തന്റെ മകളെ ആലോചിച്ചത്. നിങ്ങൾ കാര്യം പറയടോ. ഞങ്ങളെ ചതിക്കാമെന്ന് വിചാരിച്ചു. കടത്തിക്കടവിൽ വന്നപ്പോഴേ ഞങ്ങൾ എല്ലാം അറിഞ്ഞു. എന്തോന്ന്? നിങ്ങളുടെ മകളെ ഉന്തുവണ്ടി കൃഷ്ണൻകുട്ടി വച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. ഇത് ചോദിക്കുവാനാണ് ഞാൻ വന്നത്. അച്ഛാ, ഇവരോട് ഇവിടെ ഇറങ്ങി പോവാൻ പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറയും ഇറങ്ങിപ്പോവാൻ. കണ്ടോ കണ്ടോ, ഒരു സഞ്ചേരം. എന്തുവാണ് ഈ വായി നോക്കി നിൽക്കുന്നത്? നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞേക്കാം. നമ്മൾ കടത്തുകടവ് വെച്ച് കേട്ട എല്ലാം നേരാണെന്ന്. ചിലപ്പോ കൃഷ്ണൻകുട്ടിയുടെ കാര്യം പറയുന്നത് കള്ളമായിരിക്കും. വരാൻ എന്റെ മകൾ സുന്ദരിയാണ്, ഞാൻ അഭിമാനിച്ചുകൊണ്ട് നടന്നവനാണ്. ഇപ്പൊ എന്റെ മകൾ സുന്ദരിയായി പോയി ഞാൻ സങ്കടപ്പെടും. പാവങ്ങൾക്ക് സൗന്ദര്യം വന്ന ആപത്താണ്. കച്ചേരി പോകാതെ എത്ര നാൾ ജീവിക്കാമെന്നാ വിചാരം? ഇതുവരെ കടോ എടോ വാങ്ങിച്ചു കഴിഞ്ഞു. ഇനി ഇതുവരെ ഒന്നും ആയില്ല. ഉച്ചയ്ക്ക് പിള്ളാരി കിടന്ന് കരഞ്ഞപ്പോൾ പാർവലിമ വിളിച്ചോണ്ട് പോയത്. രാത്രിത്തേക്ക് ഞാൻ നോക്കിയിട്ടൊരു പരുവവും ഇല്ല. നീ എവിടെ പോകുന്നടാ? സുന്ദരി ഒന്ന് കാണാൻ. എന്തിന്? ഒരു കാര്യം പറയാൻ. എന്താ കാര്യം? രഹസ്യമാ, മറ്റാരുടെയും കയ്യിൽ കൊടുക്കരുതെന്ന് കൊച്ചുമലാളി പറഞ്ഞു. എഴുത്താണെങ്കിൽ നീ തിരിച്ചുകൊണ്ട് പോ. അവൾ വാങ്ങിക്കത്തില്ല. വാങ്ങിക്കുന്നില്ലെങ്കിൽ ഇതിനകത്തൊരു 100 രൂപ നോട്ടിരിപ്പുണ്ടെന്ന് പറയാൻ പറഞ്ഞു. ആ, എനിക്ക് എടുത്തിരിപ്പുണ്ട്. എന്നാൽ ഇങ്ങതാ, ഞാൻ കൊടുത്തേക്കാം. സുന്ദരിയുടെ കയ്യിൽ കൊടുത്തെന്ന് നീ കൊച്ചുമലാളിയോട് പറഞ്ഞേക്ക്. പറഞ്ഞേക്കാം. അച്ഛനവിടെ പോയി മോളെ? പുറത്തു പോയി. എവിടെ പോവാണെന്ന് എന്നോട് പറഞ്ഞില്ല. പതിവില്ലാതെ എങ്ങോട്ട് പോയത്? ഞാൻ ചന്തയിൽ പോയിച്ചെന്ന് വരട്ടെ. ചന്തയിൽ പോവാൻ രൂപ വേണ്ടേ കുഞ്ഞമ്മേ? കടം കിട്ടുമെന്ന് നോക്കട്ടെ, ഞാൻ ഇപ്പം വരാം. അച്ഛനോട് പറഞ്ഞേരേ, ഞാൻ ആരാണ്ടോട് കടം മേടിച്ചോണ്ട് പോയെന്ന് പറഞ്ഞേര്. ശിവായുദ്യോഗം കളഞ്ഞിട്ട് ഇപ്പോൾ മാനേജുദ്യോഗമാണ് പോലും. 100 രൂപ നോട്ട് മാറുന്നത് അറിഞ്ഞോ? ഒരു പാവപ്പെട്ട കുടുംബം നിങ്ങൾ നശിപ്പിച്ച് അടങ്ങും ഇല്ലേ? ഞങ്ങൾ എന്തോന്ന് വേണം പപ്പു ചേട്ടാ?
എന്റെ മകളെ പെണ്ണ് കാണാൻ വന്ന കൂട്ടരെ നിങ്ങൾ തെറ്റിച്ചു വിട്ടു ഇല്ലേ? സങ്കടമാണ് ഈ ചെയ്യുന്നതല്ല. അല്ലേ, ഞങ്ങൾ ഇപ്പൊ പറയുന്നതാണോ കുറ്റം? വീട്ടിൽ നടക്കുന്ന എന്തൊക്കെയാണെന്ന് അപ്പൂച്ചേട്ടൻ അറിയുന്നില്ല. ഞാനിപ്പോ ചന്തയിൽ വരുന്ന വഴിയാ. അപ്പൂച്ചേട്ടന്റെ ഭാര്യ ഒരു 100 രൂപ നോട്ട് മാറാൻ നടന്നതിനെ പറ്റി ആളുകൾ എന്തൊക്കെയാണ് പറയുന്നത്? 100 രൂപ നോട്ടോ? ഇപ്പൊ ഒരു കൂട്ടം സാധനങ്ങളുമായിട്ട് ഭാര്യ വീട്ടിലേക്ക് പോയതേ ഉള്ളൂ. നല്ല പച്ച നോട്ട്. ഞാൻ അത്താഴത്തിന് അരി കടം മേടിച്ചോണ്ട് വരിക. അതാ ഞാൻ പറയുന്നത്. പപ്പുച്ചേട്ടൻ ഇത് വല്ലതും അറിയുന്നുണ്ടോ? പോയി ഭാര്യയോട് ചോദിക്കേ ഈ 100 രൂപ നോട്ട് എവിടെ നിന്ന് കിട്ടിയെന്ന്. ഈ നാട്ടിൽ കണ്ടാൽ കൊള്ളാവുന്നതായിട്ട് ഒരു പെണ്ണേ ഉള്ളു. വല്ല നാട്ടുകാരനും അവളെ കൊടുക്കാനൊക്കത്തില്ല. കുഞ്ഞമ്മ വന്നോ? ഈ ചാമ്പലല്ല അടച്ചോട്ട് വീഴുന്നുണ്ട്. തീരത്താണ് വെച്ചാൽ കൂരി വീഴും. പണ്ടാണ് കുഞ്ഞെന്തേ? അവൻ ഉറങ്ങി. ഈ സാധനങ്ങളൊക്കെ എവിടുന്നാ കുഞ്ഞമ്മേ? അതേ, ഞാൻ ചന്തയിൽ ചെന്നപ്പോഴേ എന്റെ അച്ഛൻ അവിടെ നിൽക്കുന്നു. ഇവിടുത്തെ പ്രയാസങ്ങളൊക്കെ പറഞ്ഞപ്പോ അച്ഛൻ വാങ്ങി തന്നതാ. നല്ല അരി, നല്ല പച്ചരി പോലത്തെ മത്തി ഒരുപാടുണ്ടല്ലോ. ലാഭത്തിന് കിട്ടി ഇത്രയൊന്ന് വാങ്ങിച്ചു. എനിക്ക് മിഠായി വാങ്ങിച്ചില്ല അമ്മേ. നീരൊന്ന് വെട്ടി കഴിവ്. നിനക്ക് എവിടുന്ന് വിറ്റേ? എന്റെ മകള് വെച്ചായി പോയി. അയ്യോ അയ്യോ അയ്യോ. ഞാനും വരുന്നുണ്ടല്ലേ?